എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൊട്ടാറ്റോ 65ൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ 65 ഒക്കെ എപ്പോഴും കഴിച്ചു മടുക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പൊട്ടാറ്റോ 65 ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. അതായത് പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഞാനിവിടെ ഒരു ബിഗ് സൈസ് പൊട്ടാറ്റോ തന്നെയാണ് ഗ്രേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ അതായത് വെള്ളത്തിലോട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കളർ ചേഞ്ചായി പോകും. അതിനുശേഷം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ കൈകൊണ്ട് ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഓയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലായെങ്കിൽ ഇത് പെട്ടെന്ന് ഓയിൽ വലിച്ചെടുക്കും. അതുകൊണ്ട് തീ കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. വൺ സൈഡ് നമുക്ക് ആദ്യം ഒരു 2 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കണം. 2 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ എല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡ് കൂടെ നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം. അങ്ങനെ ഇവിടെ ഞാൻ പൊട്ടാറ്റോസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 3 ടേബിൾ സ്പൂൺ ആവറേജ് മാത്രം പുളിയുള്ള തൈരാണ്. ആവറേജ് ഇല്ല, ബിലോ ആവറേജ് എന്ന് പറയാം. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളക്, അതുപോലെ തന്നെ 2 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഒരു പീസ് സവാള അതുകൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഐറ്റംസിന് മാത്രം ആവശ്യമുള്ള ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. പൊടിഞ്ഞു പോകരുത്. അങ്ങനെ ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.